രാജ്യത്തെയാകെ നടുക്കിയ പശ്ചിമ ബംഗാളിലെ 12കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസ്. 12 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ പ്രതികളിൽ ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. സൗത്ത് ഫർഗാനസിലെ ബറോയ്പൂരിലാണ് 4 പേർ ചേർന്ന് 12കാരിയെ കൊന്ന് ചതുപ്പിൽ താഴ്ത്തിയത്. തെളിവെടുപ്പിനിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരുടെ തോക്ക് തട്ടിയെടുത്ത് ആദ്യം വെടിയുതിർത്തത്. ജൂലൈ 4-ാം തീയതിയാണ് 12കാരിയെ കാണാതായത്. തുടർന്ന് കുടുംബം പെൺകുട്ടിക്കായി തിരച്ചിൽ തുടങ്ങി. ഇതിനിടെ പെൺകുട്ടി ഒരാൾക്കൊപ്പം നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബറോയ്പൂർ സ്വദേശി പ്രഭാസ് ആണ് ദൃശ്യങ്ങളിൽ പെൺകുട്ടിക്ക് ഒപ്പമുള്ളതെന്ന് കുടുംബം കണ്ടെത്തി. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചോദ്യം ചെയ്തതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെയും ബലാത്സംഗത്തിന്റെയും ചുരുളഴിഞ്ഞത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രഭാസ് മോണ്ടൽ കൂട്ടുപ്രതികളായ ആനന്ദ് സർദാർ, ദിബാകർ സർദാർ, കബീർ മുല്ല എന്നിവർക്കൊപ്പം ചേർന്ന് പെൺകുട്ടിയെ ക്രൂര പീഡനത്തിന് ഇരയാക്കി. ഒപ്പമുണ്ടായിരുന്നവരുടെ പേരുകൾ പ്രഭാസ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. ക്രൂരമായി മർദ്ദിച്ചും മുറിവേൽപ്പിച്ചും പ്രതികൾ പീഡിപ്പിക്കുന്നതിനിടെ പെൺകുട്ടി കൊല്ലപ്പെട്ടു. മൃതദേഹത്തെയും പ്രതികൾ വെറുതെ വിട്ടില്ല. രഹസ്യഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ചും പ്രതികൾ ലൈംഗിക വൈകൃതം തുടർന്നു. പ്രഭാസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൂര്യപൂരിലെ ചതുപ്പിൽ നിന്നാണ് പെൺകുട്ടിയുടെ അർദ്ധനഗ്ന മൃതദേഹം കണ്ടെടുത്തത്. പിറ്റേ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ ബറോയ്പൂരിൽ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അന്വേഷണം നടത്തി പ്രതികൾക്ക് വധശിക്ഷ നൽകുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും പ്രതികളെ പിടികൂടാതെ പിന്മാറില്ലെന്ന് നാട്ടുകാർ നിലപാട് കടുപ്പിച്ചു. പ്രഭാസ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് 3 പ്രതികളെ കൂടി പോലീസ് പിടികൂടി. പ്രതിഷേധം ഒഴിവാക്കാനാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ പ്രഭാസിനെ മൃതദേഹം കണ്ടെത്തിയ ചതുപ്പിലേക്ക് പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുപോയത്. കുറ്റകൃത്യം നടത്തിയ സാഹചര്യം പുനരാവിഷ്കരിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. അതിനിടെ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ തോക്ക് തട്ടിയെടുത്ത പ്രഭാസ് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ പരിക്കേറ്റ പ്രഭാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. മകന്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലമാണ് മരണമെന്ന് പ്രഭാസിന്റെ അമ്മ സന്ധ്യ മുണ്ടൽ പറഞ്ഞു. മൃതദേഹം ഏറ്റുവാങ്ങാനും പ്രതിയുടെ കുടുംബം തയ്യാറായില്ല. പെൺകുട്ടി പ്രഭാസിനൊപ്പം പോകാനുണ്ടായ സാഹചര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. പിടിയിലായവർക്ക് പുറമെ മറ്റു 2 പേർക്ക് കൂടി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകത്തിനു മുൻപ് മകൾ നേരിട്ട ദുരിതമാണ് കുടുംബത്തിന്റെ വേദനയുടെ പ്രധാന കാരണം. കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പം ഒരു ഗ്രാമവും വേദനിച്ചതോടെ പ്രതികൾ ജയിലിനുള്ളിലുമായി. ക്യാമറമാൻ ജഗദീഷ് മിഷ്ടിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.